എല്ലാവർക്കും നമസ്കാരം. ശരത് സാറാണ്. അപ്പോൾ നമ്മുടെ 3 ഡയമെൻഷണൽ ജിയോമെട്രി ക്രിസ്മസ് എക്സാമിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണെന്ന് വിശേഷിപ്പിക്കാം. ഇപ്പോൾ 3Dക്കകത്തുനിന്ന് എന്തൊക്കെ പ്രധാനമായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം എക്സാമിന് എന്നുള്ളത് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാം. ഓക്കെ, സോ 3 ഡയമെൻഷണൽ ജിയോമെട്രിക്കകത്തെ പ്രധാനപ്പെട്ട ടോപ്പിക്സ് എന്ന് പറയുന്നത് ടോപ്പിക്സ് ഏതൊക്കെയാണ് നമ്മൾ മസ്റ്റായിട്ട് പഠിച്ചുകൊണ്ട് പോകേണ്ടതെന്നുള്ളത് നോക്കാം. ആദ്യമേ തന്നെ ഡയറക്ഷൻ റേഷ്യോസ് നോക്കണം, ഡയറക്ഷൻ കൊസൈൻസ് നോക്കണം. ഈ ഡയറക്ഷൻ റേഷ്യോസും ഡയറക്ഷൻ കൊസൈൻസും ഒക്കെ തമ്മിലുള്ളൊരു റിലേഷൻ, അത് തമ്മിലുള്ള ബന്ധം എന്താണ് എന്നുള്ളത് നോക്കണം. അവിടുന്ന് ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടാവും. പിന്നെ നമ്മൾ ഇക്വേഷൻ ഓഫ് ലൈൻ ഇൻ സ്പേസ് എന്ന് പറഞ്ഞ ടോപ്പിക്കാണ് അടുത്ത് വരുന്നത്. ഇക്വേഷൻ ഓഫ് ലൈൻ ഇൻ സ്പേസ്, സ്പേസിൽ ലൈനിൻ്റെ ഇക്വേഷൻ. അതിനകത്ത് തന്നെ 2 ഫോമുണ്ട്. വെക്റ്റർ ഫോമും നമുക്ക് പഠിക്കാനുണ്ട്, കാർട്ടീഷ്യൻ ഫോമും നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട സാധനം, ഇവിടെ തന്നെ ഈ വെക്റ്റർ ഫോമിൽ തന്നിട്ട് കാർട്ടീഷ്യനിലാക്കാനുള്ള ചോദ്യം വരാം, കാർട്ടീഷ്യനിൽ തന്നിട്ട് തിരിച്ച് വെക്റ്ററിലേക്ക് മാറ്റാനുള്ള ചോദ്യവും നമുക്ക് പ്രതീക്ഷിക്കാം. അതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഇവിടുന്ന് പ്രതീക്ഷിക്കേണ്ട ചോദ്യങ്ങൾ. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്തൊരു ടോപ്പിക് എന്ന് പറയുന്നത് ഈ 2 ലൈൻസിനിടയിലുള്ള സ്പേസിൽ 2 ലൈൻസിനിടയിലുള്ള ആംഗിൾ കണ്ടുപിടിക്കാൻ ചോദിക്കാം. ആംഗിൾ ബിറ്റ്വീൻ ലൈൻസ് ചോദിക്കാം. പിന്നെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത് ഈ 2 ലൈൻസിൻ്റെ പെർപെൻഡിക്കുലർ ആവാനുള്ള കണ്ടീഷൻ, കണ്ടീഷൻ ഫോർ പെർപെൻഡിക്കുലർ ആവാനുള്ള കണ്ടീഷൻ വെച്ചിട്ടുള്ള ചോദ്യം ചോദിക്കാം. പിന്നെ ചോദിക്കാൻ സാധ്യതയുള്ളത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സ്ക്യൂ ലൈൻസ് ആണ്. സ്ക്യൂ ലൈൻസിന് ഇടയിലുള്ള ഡിസ്റ്റൻസുമായിട്ട് റിലേറ്റ് ചെയ്ത് ചോദ്യങ്ങൾ വരാം. അതായത് സ്പേസിൽ 2 ലൈൻസിനിടയിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ചോദ്യങ്ങൾ വരാം. ഇത്രയും ടോപ്പിക്സ് ആണ് നമ്മൾ മസ്റ്റായിട്ട് കവർ ചെയ്ത് പോകേണ്ടത്. അതിൽ ആദ്യമത്തെ ടോപ്പിക് ഒന്ന് നോക്കാം. എന്താണ് ഡയറക്ഷൻ കൊസൈൻസ് അഥവാ ഡയറക്ഷൻ റേഷ്യോസ് എന്ന് പറയുന്നത്? നമുക്കറിയാം, ഒരു പൊസിഷൻ വെക്റ്റർ ആർ ഇസ് ഈക്വൽ ടു AI പ്ലസ് BJ പ്ലസ് CK ആണെങ്കിൽ അതിൻ്റെ ഡയറക്ഷൻ റേഷ്യോസ് എന്താണെന്ന് നമ്മൾ വെക്റ്റേഴ്സിൽ തന്നെ പഠിച്ചിട്ടുണ്ട്. എന്താണ്? A, B, C ആണ് ഡയറക്ഷൻ റേഷ്യോസ്. ഡയറക്ഷൻ കൊസൈൻ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഒരാളെ ഒന്ന് ആദ്യമേ കണ്ടുപിടിക്കണം. എളുപ്പത്തിന് വേണ്ടിയാണ് √A² പ്ലസ് B² പ്ലസ് C² കണ്ടുപിടിക്കണം. ഇത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഈ കിട്ടുന്ന ഉത്തരത്തിനെ ഇവരെ ഓരോരുത്തരെയും കൊണ്ട് ഹരിക്കുക. എയെയും ബിയെയും സിയെയും കൊണ്ട് ഹരിച്ച് കിട്ടുന്നതാണ് ഡയറക്ഷൻ കൊസൈൻസ് എന്ന് പറയുന്നത്. ഡയറക്ഷൻ കൊസൈൻസിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് LMN എന്ന ലെറ്റേഴ്സ് വെച്ചിട്ടാണ്. LMN. അതിനകത്ത് L എന്ന് പറയുന്നത് ഈ എനെ നമ്മൾ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? √A² പ്ലസ് B² പ്ലസ് C² കൊണ്ട് ഡിവൈഡ് ചെയ്യണം. M എന്ന് പറയുന്നത് എന്താണ്? ഈ ബീനെ നമ്മൾ √A² പ്ലസ് B² പ്ലസ് C² കൊണ്ട് ഡിവൈഡ് ചെയ്യണം. N എന്ന് പറയുന്നത് എന്താണ്? സിയെ നമ്മൾ √A² പ്ലസ് B² പ്ലസ് C² കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇതാണ് നമ്മുടെ ഡയറക്ഷൻ കൊസൈൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ABC നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ, എയും ബിയും സിയും നമുക്കുണ്ടെങ്കിൽ അവിടുന്ന് എങ്ങനെ DCs കണ്ടുപിടിക്കാം, LMN കണ്ടുപിടിക്കാം എന്നാണ് ഞാൻ പറഞ്ഞത്. ഇനി എന്താണ് DCസിൻ്റെ ഡെഫിനിഷൻ? അവിടെ നിന്നാണ് ചാപ്റ്റർ തുടങ്ങുന്നത്. ഡയറക്ഷൻ കൊസൈൻസിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്ട്രെയിറ്റ് ലൈൻ, L എന്ന് പറയുന്ന ഒരു ലൈൻ സ്പേസിലുള്ള ഒരു ലൈനാണ്. ആ ലൈൻ X ആക്സിസുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആൽഫയും Y ആക്സിസുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ബീറ്റയും Z ആക്സിസുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ഗാമയുമാണെങ്കിൽ, X ആക്സിസുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആൽഫയും Y ആക്സിസുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ബീറ്റയും Z ആക്സിസുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ഗാമയുമാണെങ്കിൽ LMN അഥവാ ഡയറക്ഷൻ കൊസൈൻസ് എന്ന് പറയുന്നത് കോസ് ആൽഫ, കോസ് ബീറ്റ, കോസ് ഗാമ. ആൽഫ, ബീറ്റ, ഗാമ എന്ന് പറയുന്നത് ഒരു സ്ട്രെയിറ്റ് ലൈൻ XY ആൻഡ് Z ആക്സിസുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് എങ്കിൽ കോസ് ആൽഫ, കോസ് ബീറ്റ, കോസ് ഗാമയെ വിളിക്കുന്ന പേരാണ് എന്ത്? ഡയറക്ഷൻ കൊസൈൻസ്. ആ പേരിൽ നിന്ന് തന്നെ പറയാം, കൊസൈൻ. നമ്മൾ കോസ് ആണ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ L എന്ന് പറഞ്ഞാൽ എന്താണ്? കോസ് ആൽഫയാണ്. M എന്ന് പറഞ്ഞാൽ എന്താണ്? കോസ് ബീറ്റയാണ്. N എന്ന് പറഞ്ഞാൽ എന്താണ്? കോസ് ഗാമയാണ്. ഇനി അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ട ഒരു റിലേഷനാണ് എന്ത്?
എൽ സ്ക്വയർ പ്ലസ് എം സ്ക്വയർ പ്ലസ് എൻ സ്ക്വയർ ഈക്വൽ ടു 1. ഉറപ്പായിട്ട് നമുക്ക് പ്രോബ്ലത്തിൽ ഇതൊക്കെ യൂസ് ചെയ്യേണ്ടി വരും. എൽ സ്ക്വയർ പ്ലസ് എം സ്ക്വയർ പ്ലസ് എൻ സ്ക്വയർ ഈക്വൽ ടു 1. ദ റിലേഷൻ കണക്റ്റിംഗ് ഡയറക്ഷൻ കൊസൈൻസ് എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. ഓക്കെ, ഇതെങ്ങനെയാണ് കിട്ടുക എന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മൾ ഓൾറെഡി പഠിച്ചു. എൽ എന്ന് പറയുന്നത് എന്താണ്? എ ബൈ റൂട്ട് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ ആണ്. എം എന്ന് പറയുന്നത് എന്താണ്? ബി ബൈ റൂട്ട് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ ആണ്. എൻ എന്ന് പറയുന്നത് എന്താണ്? സി ബൈ റൂട്ട് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ ആണ്. ഓക്കെ, നമുക്ക് ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. ഇനി നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ. എന്താണ് എൽ സ്ക്വയർ പ്ലസ് എം സ്ക്വയർ പ്ലസ് എൻ സ്ക്വയർ? എൽ സ്ക്വയർ എന്ന് പറയുമ്പോൾ മുകളിലും താഴെയും സ്ക്വയർ ചെയ്യുക. താഴെ റൂട്ട് ഉണ്ട്, റൂട്ട് സ്ക്വയർ ചെയ്യുമ്പോൾ റൂട്ട് ഇല്ലാണ്ടായി പോവും അല്ലേ? എ സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ പ്ലസ് ഇവിടെ സ്ക്വയർ ചെയ്യുമ്പോൾ ബി സ്ക്വയർ ബൈ റൂട്ട് പോകുമ്പോൾ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ. ഇവിടെ സ്ക്വയർ ചെയ്യുമ്പോൾ സി സ്ക്വയർ ബൈ റൂട്ട് ഇല്ലാണ്ടായി പോവും. ബാക്കി എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ. ഡിനോമിനേറ്റർ സെയിം ആണ്. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ ആണ്. ന്യൂമറേറ്റർ കൂട്ടുമ്പോൾ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ. ഇത് ക്യാൻസൽ ഔട്ട് ചെയ്താൽ ആൻസർ എന്ത് കിട്ടും? 1 കിട്ടും ആൻസർ. ഇങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടിയത്? ദെയർഫോർ എൽ സ്ക്വയർ പ്ലസ് എം സ്ക്വയർ പ്ലസ് എൻ സ്ക്വയർ ഈക്വൽ ടു 1 എന്നുള്ള ഇക്വേഷൻ കിട്ടണം. ഓക്കെ, അപ്പോൾ ഈ ഒരു റിലേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വയ്ക്കുക. ഇനി നമുക്കറിയാം എൽ എന്ന് പറയുന്നത് കോസ് ആൽഫയാണ്, എം എന്ന് പറയുന്നത് കോസ് ബീറ്റയാണ്, എൻ എന്ന് പറയുന്നത് കോസ് ഗാമയാണ്. വേർ ആൽഫ ബീറ്റ ആൻഡ് ഗാമ ആർ ദി ആംഗിൾ മെയ്ഡ് ബൈ ദ ലൈൻ വിത്ത് പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് എക്സ് വൈ ആൻഡ് ഇസഡ് ആക്സിസ് റെസ്പെക്റ്റീവ്ലി. ഓൾസോ ദേ ആർ കോൾഡ് ഡയറക്ഷൻ കൊസൈൻസ് അല്ലേ? ഇനി ഈ എലമെൻറ്റ് വാല്യൂസ് ഇവിടെ ഇക്വേഷനിലേക്ക് കൊടുക്കുമ്പോൾ എന്ത് വരും? എൽ എന്ന് പറയുന്നത് കോസ് ആൽഫയാണ്. അപ്പോൾ എൽ സ്ക്വയർ എന്ന് പറയുമ്പോൾ കോസ് സ്ക്വയർ ആൽഫ. എം എന്ന് പറയുന്നത് കോസ് ബീറ്റയാണ്. അപ്പോൾ എം സ്ക്വയർ എന്ന് പറയുമ്പോൾ കോസ് സ്ക്വയർ ബീറ്റ. എൻ എന്ന് പറയുന്നത് കോസ് ഗാമയാണ്. അപ്പോൾ എൻ സ്ക്വയർ എന്ന് പറഞ്ഞാൽ കോസ് സ്ക്വയർ ഗാമ ഈക്വൽ ടു 1. ദിസ് ഈസ് ഓൾസോ ആൻ ഇമ്പോർട്ടൻറ്റ് റിലേഷൻ. ഈ രണ്ട് ഇക്വേഷൻസും പഠിച്ചു വയ്ക്കുക. ഇക്വേഷൻ നമ്പർ 1ഉം ഇക്വേഷൻ നമ്പർ 2ഉം പഠിച്ചു വയ്ക്കുക. ഓക്കെ, എൽ സ്ക്വയർ പ്ലസ് എം സ്ക്വയർ പ്ലസ് എൻ സ്ക്വയർ 1 ആണ്. അതേപോലെ തന്നെ കോസ് സ്ക്വയർ ആൽഫ പ്ലസ് കോസ് സ്ക്വയർ ബീറ്റ പ്ലസ് കോസ് സ്ക്വയർ ഗാമ ഈക്വൽ ടു 1 ആണ്. ഓക്കെ, ഇനി ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിയോളൂ. ഇഫ് എ ലൈൻ മേക്സ് ആംഗിൾ 90 ഡിഗ്രി 60 ഡിഗ്രി ആൻഡ് 30 ഡിഗ്രി വിത്ത് പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് എക്സ് വൈ ആൻഡ് ഇസഡ് ആക്സിസ് റെസ്പെക്റ്റീവ്ലി, ഫൈൻഡ് ദി ഡയറക്ഷൻ കൊസൈൻസ്. ആൽഫയും ബീറ്റയും ഗാമയുമാണ് തന്നിട്ടുള്ളത് അല്ലേ? ആൽഫ ഈസ് ഈക്വൽ ടു 90, ബീറ്റ ഈസ് ഈക്വൽ ടു 60, ഗാമ ഈസ് ഈക്വൽ ടു 30. അവിടെ ഡയറക്ഷൻ കൊസൈൻസ് എന്ന് പറയുന്നത് എന്താണ്? എൽ എം എൻ ആണ്. സോ ദാറ്റ് ഈസ് കോസ് ആൽഫ, കോസ് ബീറ്റ ആൻഡ് കോസ് ഗാമയാണ് എന്ന് നമുക്കറിയാം. സോ ദിസ് ഈസ് ഈക്വൽ ടു ആൽഫയ്ക്ക് പകരം 90, ബീറ്റയ്ക്ക് പകരം 60, ഗാമയ്ക്ക് പകരം 30. കോസ് 90 കോസ് 0 1 ആണ്. കോസ് 90 0, കോസ് 60 1/2, കോസ് 30 എന്ന് പറഞ്ഞാൽ √3/2. ഓക്കെ, എല്ലാവർക്കും 30 60 90 ട്രയാങ്കിളൊക്കെ അറിയാം എന്ന് വിചാരിക്കുന്നു. 30 60 90 1:√3:2. കോസ് 60 വരുമ്പോൾ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ് 1/2. കോസ് 30 വരുമ്പോൾ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ് √3/2 വരും ആൻസർ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഡയറക്ഷൻ കൊസൈൻസ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോളൂ. ഫൈൻഡ് ദ ഡയറക്ഷൻ കൊസൈൻസ് ഓഫ് ദ ലൈൻ പാസിംഗ് ത്രൂ 2 പോയിൻറ്റ്സ്. ഇപ്പോൾ 2 പോയിൻറ്റ്സ് ജോയിൻ ചെയ്യുമ്പോൾ അവിടുത്തെ ഡയറക്ഷൻ കൊസൈൻസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? അപ്പോൾ ആദ്യത്തെ പോയിന്റ് ഞാൻ എ എന്ന് വിളിക്കുകയാണ്. ആദ്യത്തെ പോയിന്റ് എ -2 4 -5. രണ്ടാമത്തെ പോയിന്റ് ഞാൻ ബി എന്ന് വിളിക്കുകയാണ് 1 2 3. അങ്ങനെയാണെങ്കിൽ വെക്റ്റർ എ ബി കണ്ടുപിടിക്കാനായിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് വെക്റ്റർ എ ബി എന്ന് പറയുന്നത്? വെക്റ്റർ എ ബി ഇസ് ഈക്വൽ ടു വെക്റ്റർ ഒ ബി മൈനസ് ഒ എ. ഇത് നിങ്ങൾ എവിടെയാണ് പഠിച്ചത്? വെക്റ്റേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലാണ് നിങ്ങൾ പഠിച്ചത്. അപ്പോൾ ഇതെന്താണ് വരിക? ആദ്യത്തെ പോയിന്റ് x1 y1 z1ഉം
രണ്ടാമത്തത് x2 y2 z2 ആണെങ്കിൽ x2 മൈനസ് x1 i പ്ലസ് y2 മൈനസ് y1 j പ്ലസ് z2 മൈനസ് z1 k. ഇതാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ വെക്റ്റർ എ ബി എന്ന് പറയുന്നത്. ഈ വെക്റ്റർ എ ബിയുടെ ഐ ജെ കെയുടെ കോയിഫിഷ്യൻസ് ആണ് ഡയറക്ഷൻ റേഷ്യോസ് അല്ലേ. ഈ x2 മൈനസ് x1ഉം y2 മൈനസ് y1ഉം z2 മൈനസ് z1ഉം ആണ് ഡയറക്ഷൻ റേഷ്യോസ്. ഡയറക്ഷൻ റേഷ്യോസ് എന്താണ്? x2 മൈനസ് x1, y2 മൈനസ് y1 ആൻഡ് z2 മൈനസ് z1. y2 മൈനസ് y1 ആൻഡ് z2 മൈനസ് z1, z2 മൈനസ് z1. ഓക്കെ, യെസ്. അപ്പോൾ ആദ്യത്തെ പോയിന്റ് നിങ്ങൾ എങ്ങനെ എടുക്കുക? ആദ്യത്തെ പോയിന്റ് നമുക്ക് x1 y1 z1 എന്നെടുക്കാം. അടുത്തത് x2 y2 z2 എന്നെടുക്കാം. ക്ലിയർ അല്ലേ? സോ x2 മൈനസ് x1 എന്ത് വരും? x2 എന്ന് പറയുന്നത് 1 മൈനസ് x1 എന്ന് പറയുന്നത് -2. y2 മൈനസ് y1, y2 എന്ന് പറയുന്നത് 2 മൈനസ് y1 ഈസ് 4. z2 മൈനസ് z1, z2 എന്ന് പറയുന്നത് 3 മൈനസ് z1 ഈസ് -5. അപ്പോൾ എന്താണ് വരിക? 1 പ്ലസ് 2 വരും, 2 മൈനസ് 4 വരും, 3 പ്ലസ് 5 വരും അല്ലേ. അപ്പോൾ ഡയറക്ഷൻ റേഷ്യോസ് കിട്ടി. ഏതാണ്? 3 മൈനസ് 2 8, 3 മൈനസ് 2 8, 2 1 3, 2 4 പോയാൽ -2, 5 3 8. ഇതാണ് നമ്മുടെ ഡയറക്ഷൻ റേഷ്യോസ്. ഈ ഡയറക്ഷൻ റേഷ്യോസ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്കിനി ഈസി ആയിട്ട് എന്ത് കണ്ടുപിടിക്കാം? ഡയറക്ഷൻ കൊസൈൻസ് കണ്ടുപിടിക്കാം. അപ്പോൾ അതിനുവേണ്ടി ആദ്യമേ ഒരാളെ കണ്ടുപിടിച്ച് വെക്കാൻ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. എന്താണ്? റൂട്ട് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ. ഇതുണ്ടെന്നുണ്ടെങ്കിൽ ഇതുകൊണ്ടങ്ങ് ഡിവൈഡ് ചെയ്താൽ പരിപാടി കഴിഞ്ഞു. എ ബി സി വാല്യൂസ് നമ്മുടെ കയ്യിലായല്ലോ. ഡയറക്ഷൻ റേഷ്യോസ് ആണ് എ ബി സി വാല്യൂസ്. 3 സ്ക്വയർ പ്ലസ് -2 സ്ക്വയർ പ്ലസ് 8 സ്ക്വയർ എന്ത് വരും? 9 പ്ലസ് 4 പ്ലസ് 64 എന്താണ് വരിക? 64 4 68. 68 10 78 പക്ഷേ 9 ഉള്ളൂ. അപ്പം 77 വരും. 77. റൂട്ട് 77 ആണ് റൂട്ട് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ. അപ്പം ഡയറക്ഷൻ കൊസൈൻസ് നമുക്ക് ഒറ്റ സ്റ്റെപ്പിൽ എഴുതിക്കൂടെ? ഡി സീസ് എന്ത് വരും? ഈ ഡി ആർസിനെ നമ്മൾ റൂട്ട് 77 കൊണ്ട് ഹരിച്ചാൽ മതി. 3/√77 -2/√77 8/√77. ഇതാണ് എന്തെന്ന് പറയുന്നത്? ഡയറക്ഷൻ കൊസൈൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഡയറക്ഷൻ കൊസൈൻസ് ഓക്കെ അല്ലേ? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇത് കണ്ടുപിടിക്കാനായിരുന്നു ചോദ്യം. ഫൈൻഡ് ദ ഡയറക്ഷൻ കൊസൈൻസ് ഓഫ് എക്സ് വൈ ആൻഡ് ഇസഡ് ആക്സിസ്. നമുക്കറിയാം ആൽഫ ബീറ്റ ആൻഡ് ഗാമ എന്ന് പറയുന്നത് എന്താണ്? ആൽഫ ബീറ്റ ആൻഡ് ഗാമ ആർ ദി ആംഗിൾസ് മെയ്ഡ് ബൈ ദ ലൈൻ വിത്ത് പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് എക്സ് വൈ ആൻഡ് ഇസഡ് ആക്സിസ് റെസ്പെക്റ്റീവ്ലി ആണ്. അപ്പം എക്സ് ആക്സിസ് നമ്മൾ കൺസിഡർ ചെയ്യാം. എക്സ് ആക്സിസ് അവിടെ ആൽഫ ബീറ്റ ഗാമ എന്തായിരിക്കും? എക്സ് ആക്സിസുമായിട്ട് തന്നെ ഉണ്ടാക്കുന്ന ആംഗിളാണ് ആൽഫ, അത് 0. എക്സ് ആക്സിസ് വൈ ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളാണ് ബീറ്റ, അത് 90 ഡിഗ്രി. നമുക്കറിയാം എക്സ് വൈ ആൻഡ് ഇസഡ് ആക്സിസ് ആർ മ്യൂച്വലി പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ. എക്സ് വൈ ആൻഡ് ഇസഡ് ആക്സിസ് ആർ മ്യൂച്വലി പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ. പരസ്പരം പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ആക്സിസുകളാണ്. അടുത്ത ഗാമ എന്ന് പറയുന്നത് ആംഗിൾ മെയ്ഡ് ബൈ ദ ലൈൻ വിത്ത് ഇസഡ് ആക്സിസ് ആണ്. അപ്പോൾ എക്സ് ആക്സിസ് ആണ് ലൈൻ, അത് ഇസഡ് ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ എന്താണ്? അതും 90 ഡിഗ്രി തന്നെയാണ്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഡി സീസ് പറഞ്ഞേ. ഡി സീസ് എന്ത് വരും? കോസ് ആൽഫ, കോസ് ബീറ്റ ആൻഡ് കോസ് ഗാമയാണ് ഡയറക്ഷൻ കൊസൈൻസ്. അപ്പോൾ കോസ് 0, കോസ് 90 ആൻഡ് കോസ് 90. കോസ് 0 1, കോസ് 90 0, കോസ് 90 0. അപ്പോൾ എക്സ് ആക്സിസിൻ്റെ ഡയറക്ഷൻ കൊസൈൻസ് എന്താണ്? 1 0 0 ആണ് എക്സ് ആക്സിസിൻ്റെ ഡയറക്ഷൻ കൊസൈൻസ്. എക്സ് ആക്സിസിൻ്റെ ഡയറക്ഷൻ കൊസൈൻസ് എന്താണ്? 1 0 0. ഇപ്പോൾ മിനിമം ലോജിക് ഉള്ള ഒരാൾക്ക് ഇപ്പോൾ ഒരു ഐഡിയ കിട്ടും. വൈ ആക്സിസിൻ്റെ ഡയറക്ഷൻ കൊസൈൻസ് എന്തായിരിക്കും? 0 1 0 ആയിരിക്കും. ഇസഡ് ആക്സിസിൻ്റെ ഡയറക്ഷൻ കൊസൈൻ എന്തായിരിക്കും? 0 0 1 ആയിരിക്കും അല്ലേ? സോ വൈ ആക്സിസിൻ്റെ ഡയറക്ഷൻ കൊസൈൻസ് എന്താണ് വരിക? ആൽഫ ബീറ്റ ഗാമ എന്ത് വരും? വൈ ആക്സിസ് എക്സ് ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ 90,
വൈ ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ 0, വൈ ആക്സിസ് ഇസഡ് ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ 90. അങ്ങനെയാണെങ്കിൽ ഡി സീസ് എന്താണ് വരിക? കോസ് 90 കോസ് 0 കോസ് 90. കോസ് 90 0 ആണ്, കോസ് 0 1 കോസ് 90 0 0 1 0 വരും ആൻസർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇസഡ് ആക്സിസിൻ്റെയും കൂടെ പറഞ്ഞേ. ഇസഡ് ആക്സിസിൻ്റെ ആൽഫ ബീറ്റ ഗാമ എന്താണ്? ആൽഫ ബീറ്റ ഗാമ. ഇസഡ് ആക്സിസ് എക്സ് ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ 90, ഇസഡ് ആക്സിസ് വൈ ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ 90, ഇസഡ് ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ 0. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഡയറക്ഷൻ കൊസൈൻസ് എന്ത് വരും? കോസ് 90 കോസ് 90 കോസ് 0. അപ്പോൾ എന്താണ് ആൻസർ വരിക? 0 0 1 വരും ആൻസർ. 0 0 1. ഓക്കെ, അപ്പോൾ 1 0 0 0 1 0 0 0 1 ഇതാണ് നമ്മുടെ ആൻസേഴ്സ് വരിക. ഓക്കെ, ക്രിസ്റ്റൽ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയോളൂ. ഇഫ് എ ലൈൻ മേക്സ് ആംഗിൾസ് 90 ഡിഗ്രി 135 ഡിഗ്രി ആൻഡ് 45 ഡിഗ്രി വിത്ത് എക്സ് വൈ ആൻഡ് ഇസഡ് ആക്സിസ് റെസ്പെക്റ്റീവ്ലി, ഫൈൻഡ് ദി ഡയറക്ഷൻ കൊസൈൻസ് എന്നാണ് ചോദ്യം. ഡയറക്ഷൻ കൊസൈൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആൽഫയും ബീറ്റയും ഗാമയും തന്നിട്ടുണ്ട്. ആൽഫ എന്ന് പറയുന്നത് 90, ബീറ്റ എന്ന് പറയുന്നത് 135, ഗാമ എന്ന് പറയുന്നത് 45. നമ്മുടെ ഡയറക്ഷൻ കൊസൈൻസ് എന്താണ് വരിക? ഡയറക്ഷൻ കൊസൈൻസ് എന്ന് പറയുന്നത് കോസ് ആൽഫ, കോസ് ബീറ്റ ആൻഡ് കോസ് ഗാമയാണ് ഡയറക്ഷൻ കൊസൈൻസ്. വാല്യൂസ് കണ്ടുപിടിച്ചോളൂ. കോസ് 90, കോസ് 135 ആൻഡ് കോസ് 45. കോസ് 90 നമുക്ക് എളുപ്പം കിട്ടും. കോസ് 0 1 ആണ്, കോസ് 90 0. കോസ് 135 നമുക്ക് സൈഡിൽ പോയി ചെയ്യാം. കോസ് 45 നമുക്ക് പെട്ടെന്ന് കിട്ടും. എന്താണ്? 1/√2 അല്ലേ? കോസ് 45 1/√2 ആണ്. എന്താണ് കോസ് 135? വാട്ട് ഈസ് കോസ് 135? നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്നില്ലെങ്കിൽ കോസ് 135നെ കോസ് 90 + 45 എന്ന് എഴുതാം, അല്ലെങ്കിൽ 180 - 45 എന്ന് എഴുതാം. കോസ് ഓഫ് പൈ മൈനസ് തീറ്റ എന്ന് പറയുന്നത് കോസ് തീറ്റയാണ്. ഇനി പൈ മൈനസ് എന്ന് പറഞ്ഞാൽ ഏത് ക്വാഡ്രൻ്റ് ആണ്? 0-ൽ തുടങ്ങി പൈയിൽ എത്തുന്നത് ഇവിടെ 180-ൽ ഇവിടെ എത്തും. പൈ മൈനസ് എന്ന് പറഞ്ഞാൽ അത് സെക്കൻഡ് ക്വാഡ്രൻ്റ് ആണ്. പൈ മൈനസ് എന്ന് പറഞ്ഞാൽ അത് സെക്കൻഡ് ക്വാഡ്രൻ്റ്. പൈ പ്ലസ് എന്ന് പറയുമ്പോൾ തേർഡിലേക്ക് കയറും. പൈ മൈനസ് സെക്കൻഡ്. നമ്മുടെ കോഡ് എന്താണ്? ASTC അല്ലേ? ഓൾ സയൻസ് ടീച്ചേഴ്സ് സ്കൂൾ. ASTC ആണ് കോഡ്. ഇപ്പോൾ സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ എസ് ആണ് പോസിറ്റീവ്, സൈൻ ആണ് പോസിറ്റീവ്, അവിടെ കോസ് നെഗറ്റീവ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഒരു മൈനസ് വരും. മൈനസ് കോസ് തീറ്റ വരും. അപ്പോൾ മൈനസ് കോസ് തീറ്റ ആരാണ് ഇവിടെ? 45 ആണ് അല്ലേ? മൈനസ് കോസ് 45 മൈനസ് കോസ് 45 ആരാ? 1/√2. സോ മൈനസ് 1/√2. മൈനസ് 1/√2 ആണ് ഇവിടെ വരിക. 0 മൈനസ് 1/√2 1/√2 ആണ് നമ്മുടെ ഡയറക്ഷൻ കൊസൈൻസ്. 0 മൈനസ് 1/√2 1/√2. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഷോ ദാറ്റ് ദ പോയിന്റ്സ് ABC ആർ കൊളീനിയർ. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ കൊളീനിയാരിറ്റി ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പല ചാപ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെടുത്തി കൊളീനിയാരിറ്റി പഠിക്കാനുണ്ട്. നമ്മളിപ്പോൾ +1 പഠിക്കുമ്പോൾ സ്ട്രെയിറ്റ് ലൈൻസുമായിട്ട് റിലേറ്റ് ചെയ്ത് സ്ലോപ്പ് സെയിം ആണെന്നുള്ള കൺസെപ്റ്റ് വെച്ച് കൊളീനിയാരിറ്റി കാണിക്കാൻ പറയുന്ന ക്വസ്റ്റ്യൻ ഉണ്ട്. ഇൻട്രൊഡക്ഷൻ ടു 3Dയിലേക്ക് വരുമ്പോഴത്തേക്കിനും ഡിസ്റ്റൻസ് ഫോർമുല വെച്ചിട്ടോ അല്ലെങ്കിൽ ഇൻറ്റേർണൽ ഡിവിഷനോ എക്സ്റ്റേണൽ ഡിവിഷനോ ഒക്കെ വെച്ചിട്ട് കൊളീനിയാരിറ്റി കാണിക്കാൻ പറയാറുണ്ട്. സോ അതേപോലെ നമ്മൾ +2ലേക്ക് വരുന്ന സമയത്ത് നമുക്ക് കൊളീനിയാരിറ്റി കാണിക്കാനായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം, ഇത് ചോദ്യം തന്നെ വെക്റ്റേഴ്സിൽ നിന്ന് നമുക്ക് നേരിട്ട് പ്രതീക്ഷിക്കാം. രണ്ട് വെക്റ്റേഴ്സ് എന്നിട്ട് കൊളീനിയർ ആണെന്ന് ചോദിക്കാം. 1 വെക്റ്റർ ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് ദ സ്കെയിലാർ പ്രോഡക്റ്റ് ഓഫ് അനദർ എന്നുള്ളൊരു കണ്ടീഷൻ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അല്ലാണ്ട് ഇതേപോലെ നമുക്ക് 3 പോയിന്റ്സ് തന്നിട്ട് 3Dയിൽ നിന്നും കൊളീനിയാരിറ്റി ചോദിക്കുകയാണെങ്കിൽ കൊളീനിയാരിറ്റി പ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കൺസെപ്റ്റ് എന്ന് പറയുന്നത് DRസിൻ്റെ കൺസെപ്റ്റാണ്. ഡയറക്ഷൻ റേഷ്യോസ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് പ്രൂവ് ചെയ്യുക? കൊളീനിയാരിറ്റി പ്രൂവ് ചെയ്യുക. ഡയറക്ഷൻ റേഷ്യോസ് വെച്ചിട്ട് കൊളീനിയാരിറ്റി പ്രൂവ് ചെയ്യാം. ഡയറക്ഷൻ റേഷ്യോസ് പ്രൊപ്പോർഷണൽ ആയിരിക്കണം എന്നുള്ളതാണ് കണ്ടീഷൻ. വാട്ട് ഈസ് ദ കണ്ടീഷൻ ഫോർ കൊളീനിയാരിറ്റി? ഡയറക്ഷൻ റേഷ്യോസ് ആർ പ്രൊപ്പോർഷണൽ. പ്രൊപ്പോർഷണൽ എന്ന് പറഞ്ഞാൽ അത് റേഷ്യോ എടുക്കുമ്പോൾ കിട്ടുന്ന ആൻസർ സെയിം ആയിരിക്കണം. ആദ്യത്തെ ഡയറക്ഷൻ റേഷ്യോസ് A1 A2 A1 B1 C1. രണ്ടാമത്തെ ഡയറക്ഷൻ റേഷ്യോസ്
A2 B2 C2 ആണെങ്കിൽ A1/A2ഉം B1/B2ഉം C1/C2ഉം സെയിം ആയിരിക്കണം അഥവാ ഈക്വൽ ആയിരിക്കണം എന്നുള്ളതാണ് നമ്മുടെ കണ്ടീഷൻ. ഓക്കെ, അപ്പോൾ ആദ്യമത്തെ ഡയറക്ഷൻ റേഷ്യോസ് ഓഫ് എ ബി നമുക്കൊന്ന് കണ്ടുപിടിച്ച് നോക്കാം. ഡയറക്ഷൻ റേഷ്യോസ് ഓഫ് എ ബി, എ ബിയുടെ ഡയറക്ഷൻ റേഷ്യോസ് എന്താണ്? കോർഡിനേറ്റ്സ് മൈനസ് ചെയ്താൽ മതി. x2 - x1 1 - 2, y2 - y1 -2 - 3, z2 - z1 3 - -4. 1 ൽ നിന്ന് 2 പോയാൽ -1, -2 ൽ നിന്ന് 3 പോയാൽ -5, ഇവിടെ നടുക്ക് 2 മൈനസ് പ്ലസ് ആവും, 4 3 7. ഇതാണ് എ ബിയുടെ ഡയറക്ഷൻ റേഷ്യോസ്. അതേപോലെ ഡയറക്ഷൻ റേഷ്യോസ് ഓഫ് ബി സി നോക്കാം. ബി സി ഇതേപോലെ തന്നെ എടുക്കുക. 3 ൽ നിന്ന് 1 പോയാൽ 2, 8 ൽ നിന്ന് -2 പോയാൽ 8 -2 8 + 2 വരും, അത് 10. അടുത്ത -10 ൽ നിന്ന് 3 പോയാൽ -14 അല്ലേ, -14. ഇനി ഇതിൻ്റെ റേഷ്യോ ഒന്ന് എടുത്ത് നോക്കാം. ആദ്യത്തെ ഡയറക്ഷൻ റേഷ്യോസ് നമുക്ക് എങ്ങനെ വിളിക്കാം? ആദ്യത്തെ ഡയറക്ഷൻ റേഷ്യോസ് ഡിആർസ് ഓഫ് എ ബിനെ നമുക്ക് എങ്ങനെ വിളിക്കാം? A1 B1 C1 എന്ന് വിളിക്കാം. A1 B1 C1 അതാണ് -1 -5 7. ഡിആർസ് ഓഫ് ബി സിനെ, ഡയറക്ഷൻ റേഷ്യോസ് ഓഫ് ബി സിനെ നമുക്ക് എങ്ങനെ വിളിക്കാം? A2 B2 C2 അതാണ് 2 10 -14. ഓക്കെ, ഇനി റേഷ്യോ എടുത്ത് നോക്കാം നമുക്ക്. നിങ്ങൾ തന്നെ ഒന്ന് ചെയ്തേ എല്ലാവരും. A1/A2 ചെയ്യുമ്പോൾ എന്ത് വരും? -1/2 വരും അല്ലേ. B1/B2 ചെയ്തേ. B1/B2 ചെയ്യുമ്പോൾ -5/10 കട്ട് ചെയ്താൽ -1/2 വരും. അതേപോലെ C1/C2 ചെയ്യുമ്പോൾ എന്താണ് വരിക? 7/-14, അത് കട്ട് ചെയ്യുമ്പോഴും -1/2 വരും. അപ്പോൾ ഇതെല്ലാം സെയിം അല്ലേ? -1/2 -1/2 -1/2 സെയിം ആണ്. ബി എന്ന് പറയുന്നത് അവിടെ ഒരു കോമൺ പോയിന്റും ആണ് അല്ലേ. ഡയറക്ഷൻ റേഷ്യോസ് ഓഫ് എ ബി എന്ന് പറയുന്നത് ഡയറക്ഷൻ റേഷ്യോസ് ഓഫ് ബി സിക്ക് പ്രൊപ്പോർഷണലും ബി ഒരു കോമൺ പോയിന്റും ആയതുകൊണ്ട് എ ബി സി എന്താണെന്ന് പറയാം? കൊളീനിയർ ആണ് എന്ന് പറയാം അല്ലേ. ഡയറക്ഷൻ റേഷ്യോസ് ഓഫ് എ ബി proportional to direction ratios of BC and B is a common point. B is a common point. അപ്പോൾ അവിടുന്ന് ക്ലിയർലി നമുക്ക് എന്ത് പറയാൻ പറ്റും? Therefore given points are collinear. Therefore A, B and C are collinear ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്, കറക്റ്റായിട്ടൊന്ന് മനസ്സിലാക്കി ചെയ്ത് പഠിക്കുക കേട്ടോ. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ഒരു കൺസെപ്റ്റിലേക്ക് പോവാം. ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ് ഇത്. ഈ ഒരു ചോദ്യത്തിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ഇക്വേഷൻ്റെ പ്രസക്തി അല്ലെങ്കിൽ അതിൻ്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു ക്വസ്റ്റ്യൻ ഇതാണ്. ഫൈൻഡ് ദ ഡയറക്ഷൻ കൊസൈൻസ് ഓഫ് എ ലൈൻ വിച്ച് മേക്സ് ഈക്വൽ ആംഗിൾ വിത്ത് കോർഡിനേറ്റ് ആക്സിസ്. ഇവിടെ കോർഡിനേറ്റ് ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ ഈക്വൽ ആംഗിൾ ആണെന്നാണ് പറയുന്നത്. കോർഡിനേറ്റ് ആക്സിസുമായിട്ട് ഈക്വൽ ആംഗിൾ ഉണ്ടാക്കുന്ന ഒരു ലൈനിൻ്റെ ഡയറക്ഷൻ കൊസൈൻ കണ്ടുപിടിക്കാനാണ് ചോദ്യം. ഈക്വൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ ആൽഫ ഈസ് ഈക്വൽ ടു ബീറ്റ ഈസ് ഈക്വൽ ടു ഗാമ എന്നാണ് മീനിങ് അല്ലേ. നമുക്കറിയാവുന്ന ഒരു ഇക്വേഷൻ എന്താണ്? L² + M² + N² 1 ആണ് അല്ലേ. വി നോ ദാറ്റ് L² + M² + N² = 1 അല്ലേ. അവിടെ LMN എന്തൊക്കെയാണെന്ന് അറിയാലോ. എന്തൊക്കെയാണ് LMN? cos² α + cos² β + cos² ഗാമ = 1. നമുക്ക് ക്വസ്റ്റ്യനിൽ അവർ പറയുന്നുണ്ട് ആൽഫയും ബീറ്റയും ഗാമയും സെയിം ആണെന്ന് പറയുന്നുണ്ട്. അപ്പം ബീറ്റയ്ക്കും ഗാമയ്ക്കും പകരം നമുക്ക് ആൽഫ കൊണ്ട് തന്നെ റീപ്ലേസ് ചെയ്യാം. അപ്പോൾ എന്ത് വരും? cos² α + cos² α + cos² α = 1. അവിടുന്ന് 3 cos² α = 1. അവിടുന്ന് cos² α = 1/3. അവിടുന്ന് cos α = ±1/√3 വരും. ഓക്കെ, cos α എന്താണ്? ±1/√3. ക്ലിയർ അല്ലേ? അപ്പം
ആൽഫയും ബീറ്റയും ഗാമയും സെയിം ആയതുകൊണ്ട് കോസ് ആൽഫയും കോസ് ബീറ്റയും കോസ് ഗാമയും സെയിം ആയിരിക്കും. ദെയർഫോർ നമ്മുടെ ഡയറക്ഷൻ കൊസൈൻസ് LMN എന്ന് പറയുന്നത് എന്താണ്? ±1/√3. എമ്മും എന്ത് തന്നെയായിരിക്കും? ±1/√3. എന്നും എന്ത് തന്നെയാണ്? ±1/√3. അപ്പോൾ ഈ ±1/√3 ±1/√3 ±1/√3 ആണ് നമ്മുടെ ഫൈനലായിട്ടുള്ള ആൻസർ വരുന്നുണ്ടാവുക. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കൺസെപ്റ്റാണ് ഇക്വേഷൻ ഓഫ് എ ലൈൻ ഇൻ സ്പേസ്. സ്പേസിൽ ഒരു ലൈനിൻ്റെ ഇക്വേഷൻ എന്താണ് എന്നാണ് നമുക്ക് പഠിക്കാനുള്ളത്. ശ്രദ്ധിക്കണേ, ഇക്വേഷൻ ഓഫ് എ ലൈൻ ഇൻ സ്പേസ് എന്ന് പറയുമ്പോൾ ഒരു സ്പേസിൽ നമുക്കൊരു ലൈനിൻ്റെ ഇക്വേഷനെ പ്രധാനമായിട്ടും നമുക്ക് രണ്ട് ഫോർമാറ്റിൽ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും, രണ്ട് രീതിയിൽ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. അതിലെ ആദ്യത്തെ രീതി എന്ന് പറയുന്നത് വെക്റ്റർ ഫോം. എന്താണ് വെക്റ്റർ ഫോം? രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് കാർട്ടീഷ്യൻ ഫോം. എന്താണ് കാർട്ടീഷ്യൻ ഫോം? വെക്റ്റർ ഫോം എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ വെക്റ്റർ R = ആ ലൈനിലുള്ള ഒരു പോയിന്റ്, x1 y1 z1 ആണെങ്കിൽ ഈ പോയിന്റിൻ്റെ പൊസിഷൻ വെക്റ്റർ, അതായത് x1i പ്ലസ് y1j പ്ലസ് z1k പ്ലസ് എ കോൺസ്റ്റൻറ്റ് ഓർ സ്കെയിലാർ ലാംഡ ഇൻറ്റു ഈ ലൈനിന് പാരലായിട്ടുള്ളൊരു ലൈൻ വെക്റ്റർ, പാരലായിട്ടുള്ള വെക്റ്റർ നമുക്ക് വെക്റ്റർ ബി എന്ന് വിളിക്കാം. ഇതാണ് ലൈനിലെ പോയിന്റിൻ്റെ പൊസിഷൻ വെക്റ്ററാണിത്. ഓക്കെ, അപ്പോൾ ഈ ലൈനിൻ്റെ ഇക്വേഷൻ എന്താണെന്ന് ചോദിച്ചാൽ ഈ പാരലായിട്ടുള്ള വെക്റ്ററും കൂടെ വരും. പാരലായിട്ടുള്ള വെക്റ്ററാണ് എന്തെന്ന് പറയുന്നത്? AI പ്ലസ് BJ പ്ലസ് CK. പാരലായിട്ടുള്ള വെക്റ്റർ ബി എന്ന് പറയുന്നത് എന്താണ്? AI പ്ലസ് BJ പ്ലസ് CK. അവിടെ ABC ആണ് ഡയറക്ഷൻ റേഷ്യോസ് എന്ന് പറയുന്നത്. ഇവിടെ x1 y1 z1 ആ പൊസിഷനെ കാണിക്കാൻ ഉപയോഗിക്കുന്നു. ലൈനിലുള്ള ഒരു പോയിൻ്റാണ്. സോ അതിനെ നമ്മൾ വെക്റ്റർ എ എന്നാണ് ഡിനോട്ട് ചെയ്യുക. വെക്റ്റർ എ എന്ന് പറയുന്നത് xi പ്ലസ് yj പ്ലസ് zk. വെക്റ്റർ ബിക്ക് പകരം എന്ത് കൊടുക്കാം? AI പ്ലസ് BJ പ്ലസ് CK. സോ ദിസ് ഈസ് വെക്റ്റർ R = വെക്റ്റർ എ പ്ലസ് ലാംഡ ഇൻറ്റു വെക്റ്റർ ബി. ഇതാണ് എന്തെന്ന് പറയുന്നത്? ഒരു ലൈനിൻ്റെ വെക്റ്റർ ഫോം എന്ന് പറയുന്നത്. വെക്റ്റർ ഫോം എന്താണ്? വെക്റ്റർ R = വെക്റ്റർ എ പ്ലസ് ലാംഡ ഇൻറ്റു വെക്റ്റർ ബി. അപ്പോൾ പാരലായിട്ടുള്ള വെക്റ്ററാണ് വെക്റ്റർ ബി എന്ന് പറയുന്ന കാര്യം കറക്റ്റായിട്ട് ഓർത്ത് വയ്ക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ കുറച്ച് ആൾക്കാരെ കണ്ടു. x1നെ കണ്ടു, y1നെ കണ്ടു, z1നെ കണ്ടു അല്ലേ? x1 y1 z1. ഓക്കെ, x1നെ കണ്ടു, y1നെ കണ്ടു, z1നെ കണ്ടു, A B C ഒക്കെ കണ്ടു. ഇവന്മാരെ വെച്ചിട്ട് ഒരു ഫോം എഴുതുന്നതിനെയാണ് കാർട്ടീഷ്യൻ ഫോം എന്ന് പറയുന്നത്. കാർട്ടീഷ്യൻ ഫോം എന്ന് പറയുന്നത് ഇതാണ്: x മൈനസ് x1/a = y മൈനസ് y1/b = z മൈനസ് z1/c. ദിസ് ഈസ് കോൾഡ് കാർട്ടീഷ്യൻ ഫോം. x മൈനസ് x1/a = y മൈനസ് y1/b = z മൈനസ് z1/c. ഈ ഫോമിനെ വിളിക്കുന്ന പേരെന്താണ്? കാർട്ടീഷ്യൻ ഫോം. ഓക്കെ, അപ്പോൾ നമുക്ക് വെക്റ്റർ ഫോമിൽ തന്നിട്ട് കാർട്ടീഷ്യൻ ഫോമിലേക്ക് മാറ്റാൻ ചോദിക്കാം. കാർട്ടീഷ്യൻ ഫോമിൽ തന്നിട്ട് തിരിച്ച് വെക്റ്റർ ഫോം എഴുതാനുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാം. ഒരു പോയിന്റും പാരലായിട്ടുള്ള വെക്റ്ററും തന്നിട്ട് വെക്റ്റർ ഫോമും കാർട്ടീഷ്യൻ ഫോമും എഴുതാനുള്ള ക്വസ്റ്റ്യനും ചോദിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ചോദ്യങ്ങൾ വരാനുള്ള പോസിബിലിറ്റീസ്. ഓക്കെ, ഇപ്പം സ്ഥിരം ചോദിക്കുന്ന ഒരു ചോദ്യം നമുക്ക് നോക്കാം. ഇതാണ് ക്വസ്റ്റ്യൻ: ഫൈൻഡ് ദ വെക്റ്റർ ഇക്വേഷൻ ആൻഡ് കാർട്ടീഷ്യൻ ഇക്വേഷൻ. അതാണ് വെക്റ്റർ ആൻഡ് കാർട്ടീഷ്യൻ ഇക്വേഷൻ ഓഫ് എ ലൈൻ ത്രൂ ദ പോയിന്റ്. ലൈൻ പാസ് ചെയ്യുന്ന പോയിന്റ് തന്നിട്ടുണ്ട്. അപ്പോൾ ആ പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ ആ പോയിന്റിൻ്റെ പൊസിഷൻ വെക്റ്റർ എ നമുക്ക് എഴുതാൻ പറ്റും. എന്താണ്? ഈ പോയിന്റിലെ കോർഡിനേറ്റ്സിൻ്റെ കൂടെ ijk ചേർത്താൽ മതി അല്ലേ? 5i പ്ലസ് 2j മൈനസ് 4k. ആൻഡ് പാരലൽ ടു ദ വെക്റ്റർ, പാരലായിട്ടുള്ള വെക്റ്റർ നമുക്ക് തന്നിട്ടുണ്ട്. അതാണ് വെക്റ്റർ ബി. എന്താണ്? 3i പ്ലസ് 2j മൈനസ് 8k. സോ വെക്റ്റർ എനെ നമ്മൾ എങ്ങനെയാണ് പൊതുവെ എഴുതുക? പൊതുവെ എഴുതുന്നത് എങ്ങനെയാണ്? xi പ്ലസ് yj പ്ലസ് zk അല്ലേ? x1 y1 z1. വെക്റ്റർ ബിനെ പൊതുവെ എങ്ങനെയാണ് എഴുതുക? ai പ്ലസ് bj പ്ലസ് ck. ഓക്കെ,
ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇവിടെ x1 എന്ന് പറയുന്നതാണ് 5, y1 എന്ന് പറയുന്നത് 2, z1 എന്ന് പറഞ്ഞാൽ -4, a എന്ന് പറഞ്ഞാൽ 3, b എന്ന് പറഞ്ഞാൽ 2, c എന്ന് പറയുന്നത് -8. ഓക്കെ, വെക്റ്റർ ഫോം എഴുതുന്നതിന് നമുക്ക് ഒരു പ്രയാസമില്ല. എന്താണ് വെക്റ്റർ ഫോം എന്ന് പറയുന്നത്? വെക്റ്റർ ഫോം വെക്റ്റർ r is equal to വെക്റ്റർ a പ്ലസ് ലാംഡ ഇൻറ്റു വെക്റ്റർ b. വെക്റ്റർ എ നമ്മുടെ കയ്യിലുണ്ട്. എന്താണ്? 5y പ്ലസ് 2j മൈനസ് 4k പ്ലസ് ലാംഡ ഇൻറ്റു വെക്റ്റർ ബി എന്താണ്? 3i പ്ലസ് 2j മൈനസ് 8k. സോ ഇതാണ് നമ്മുടെ വെക്റ്റർ ഫോം എന്ന് പറയുന്നത് അല്ലേ, വെക്റ്റർ ഫോം. കാർട്ടീഷ്യൻ ഫോം എന്താണ്? കാർട്ടീഷ്യൻ ഫോം എന്ന് പറയുമ്പോൾ അതിൻ്റെ ജനറൽ ആദ്യം എഴുതുക. കാർട്ടീഷ്യൻ ഫോം എന്ന് പറയുമ്പോൾ അതിൻ്റെ ജനറൽ എന്താണ്? x മൈനസ് x1 ബൈ എ സീക്വൽ ടു y മൈനസ് y1 ബൈ ബി സീക്വൽ ടു z മൈനസ് z1 ബൈ സി. ഇതാണ് കാർട്ടീഷ്യൻ ഫോം എന്ന് പറയുന്നത്. എല്ലാ വാല്യൂസും ഉണ്ടല്ലോ നമ്മുടെ കയ്യിൽ. x മൈനസ് x1 5, a 3, y മൈനസ് y1 2 ബൈ b എന്ന് പറയുന്നത് 2, z മൈനസ് z1 ഈസ് -4, 2 മൈനസ് പ്ലസ് ആവും, ബൈ c എത്രയാണ്? -8. ഓക്കെ, z മൈനസ് 5 ബൈ 3 ഈസ് ഈക്വൽ ടു y മൈനസ് 2 ബൈ 2 ഈസ് ഈക്വൽ ടു z പ്ലസ് 4 ബൈ -8. ഇതാണ് ആ ലൈനിൻ്റെ കാർട്ടീഷ്യൻ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ലൈൻ കിട്ടിക്കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് അതിൻ്റെ വെക്റ്റർ ഇക്വേഷൻ എഴുതാനും കാർട്ടീഷ്യൻ ഇക്വേഷൻ എഴുതാനും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. 3 ഡയമെൻഷണൽ ജിയോമെട്രിയിൽ നിന്നും ക്രിസ്മസ് എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ആംഗിൾ ബിറ്റ്വീൻ 2 ലൈൻസ്. ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതെല്ലാം ഒന്ന് പെട്ടെന്ന് പറയാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇവിടം വരെയാണ് പഠിച്ചു നിർത്തിയത്. അതായത് ഒരു പാസ് ചെയ്യുന്ന പോയിന്റും പാരലായിട്ടുള്ള ഒരു വെക്ടറും തന്നു കഴിഞ്ഞാൽ ലൈനിൻ്റെ ഇക്വേഷൻ എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ള വരെയാണ് നമ്മൾ പഠിച്ചു നിർത്തിയത്. നമ്മൾ എന്തൊക്കെ പഠിച്ചു? ഇക്വേഷൻ ഓഫ് എ ലൈൻ ഇൻ സ്പേസ് 2 രീതിയിൽ എഴുതാം. വെക്റ്റർ ഫോമിൽ എഴുതാം, കാർട്ടീഷ്യൻ ഫോമിൽ എഴുതാം. അതിൻ്റെ സ്റ്റാൻഡേർഡ് കാര്യങ്ങളൊക്കെ എന്താണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡയറക്ഷൻ റേഷ്യോസിനെ കുറിച്ചും ഡയറക്ഷൻ കൊസൈൻസും അത് തമ്മിലുള്ള റിലേഷൻ, അത് തമ്മിൽ കണക്ട് ചെയ്യുന്ന ഇക്വേഷൻസ്, അതുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസ് എല്ലാം തന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ ഈ ക്ലാസ്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ടോപ്പിക്സ് ആണ് നമ്മൾ പഠിക്കുന്നത്. ആംഗിൾ ബിറ്റ്വീൻ 2 ലൈൻസും അവിടുന്ന് സ്ഥിരം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനും, അതേപോലെ തന്നെ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 സ്ക്യൂ ലൈൻസും അവിടുന്ന് സ്ഥിരമായിട്ട് റിപ്പീറ്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യനും. ഓക്കെ, അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് ഇത് രണ്ടും. നമുക്കറിയാം വെക്റ്റർ ഫോമിലാണ് ഇക്വേഷൻസ് നമ്മൾ പഠിക്കുന്നത്. ചോദ്യം കാർട്ടീഷ്യനിലാണെങ്കിൽ കാർട്ടീഷ്യനിലെ എന്തിലേക്ക് മാറ്റുക? വെക്റ്ററിലേക്ക് മാറ്റിയിട്ട് വേണം അപ്രോച്ച് ചെയ്യാൻ. ഓക്കെ, ചോദ്യം കാർട്ടീഷ്യനിലാണെങ്കിൽ കാർട്ടീഷ്യൻ ഫോമിൽ നിന്നും വെക്റ്റർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തതിന് ശേഷം വേണം നമ്മൾ ചെയ്യാൻ. അതാണ് എളുപ്പം, കാരണം വെക്റ്റർ ഫോമിൽ ഫോർമുലാസ് എളുപ്പമാണ്. ഓക്കെ, ആദ്യത്തെ ഒരു ലൈൻ വെക്റ്റർ r is equal to a1 പ്ലസ് ലാംഡ b1 ആണെന്ന് വിചാരിക്കുക. ആൻഡ് മറ്റൊരു ലൈൻ വെക്റ്റർ r is equal to a2 പ്ലസ് ലാംഡ ഉപയോഗിച്ചത് കൊണ്ട് നമുക്ക് മ്യൂ ഉപയോഗിക്കാം. ഓക്കെ, ലാംഡ ഉപയോഗിച്ചത് കൊണ്ട് നമുക്ക് മ്യൂ ഉപയോഗിക്കാം. മ്യൂ b2 ആണെന്ന് വിചാരിക്കാം. യെസ്, അങ്ങനെയാണെങ്കിൽ ഈ 2 ലൈൻസിനിടയിലുള്ള ആംഗിൾ എങ്ങനെ കണ്ടുപിടിക്കാം? ആംഗിൾ കണ്ടുപിടിക്കുന്നതിന് ഫോർമുലയിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. ഫോർമുലയിൽ ഈ പാരലൽ വെക്ടറായിട്ടുള്ള b1ഉം b2ഉം മാത്രമേ പാർട്ടിസിപ്പേറ്റ് ചെയ്യുള്ളൂ. കോസ് തീറ്റ ഇസ് ഈക്വൽ ടു b1 ഡോട്ട് b2 ബൈ മോഡുലസ് ഓഫ് b1 ഇൻറ്റു മോഡുലസ് ഓഫ് b2. ഇതാണ് ആംഗിൾ ബിറ്റ്വീൻ 2 ലൈൻസ് എന്ന് പറയുന്നത്. ഇവിടുന്ന് തീറ്റ എഴുതാം. തീറ്റ എന്താണ്? കോസ് ഇൻവേഴ്സ് b1 ഡോട്ട് b2 ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് b1 ഇൻറ്റു മോഡുലസ് ഓഫ് b2. ഓക്കെ, ഇതാണ് മസ്റ്റായിട്ട് പഠിച്ചു വെക്കേണ്ട ഒരു ഇക്വേഷൻ. തീറ്റ ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് b1 ഡോട്ട് b2 ബൈ മോഡുലസ് ഓഫ് b1 ഇൻറ്റു മോഡുലസ് ഓഫ് b2. ഇതാണ് ആംഗിൾ ബിറ്റ്വീൻ 2 ലൈൻസ് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഇക്വേഷൻ. ഓക്കെ ആണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ചോദ്യം നോക്കാം. ഫൈൻഡ് ആംഗിൾ ബിറ്റ്വീൻ ദ പെയർ ഓഫ് ലൈൻസ് ഗിവൺ ബൈ വെക്റ്റർ r is equal to 3i plus 2j minus 4k plus lambda into b1 മാത്രം നമ്മൾ ഫോക്കസ് ചെയ്താൽ മതി. ഇതാണ് നമ്മുടെ b1 അല്ലേ, ഇതാണ് b1, ഇതാണ് നമ്മുടെ b2. b1ഉം b2 മാത്രം നമ്മൾ ഫോക്കസ് ചെയ്താൽ മതി. അപ്പോൾ അത് ആദ്യമേ ഒന്ന് എടുത്ത് എഴുതി വയ്ക്കാം നമുക്ക്. b1 എന്ന് പറയുന്നത് എന്താണ്? b1 എന്ന് പറയുന്നത് i plus 2j plus 2k ആണ്. b2 എന്ന് പറയുന്നത് എന്താണ്?
3i പ്ലസ് 2j പ്ലസ് 6k ആണ്. ഓക്കെ, നമുക്കറിയാം തീറ്റ ഇസ് ഈക്വൽ ടു എന്താണ്? കോസ് ഇൻവേഴ്സ് b1 ഡോട്ട് b2 ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് b1 ഇൻറ്റു മോഡുലസ് ഓഫ് b2 ആണ്. ഇതാണ് ആംഗിൾ ബിറ്റ്വീൻ ടു ലൈൻസ് ഇൻ സ്പേസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യമേ എന്ത് കണ്ടുപിടിക്കാം? b1 ഡോട്ട് b2 കണ്ടുപിടിക്കാം. b1 ഡോട്ട് b2 ഡോട്ട് പ്രോഡക്റ്റ് എടുക്കാൻ നമുക്കറിയാം എന്താണ്? ഐ ജെ കെയുടെ കോയിഫിഷ്യൻസ് ഗുണിക്കുക. ഐയുടെ കോയിഫിഷ്യൻസ് ഗുണിക്കുമ്പോൾ എന്ത് വരും? 1 ഇൻറ്റു 3. ജെയുടെ കോയിഫിഷ്യൻ്റ് ഗുണിക്കുമ്പോൾ 2 ഇൻറ്റു 2 പ്ലസ് കെയുടെ കോയിഫിഷ്യൻ്റ് ഗുണിക്കുമ്പോൾ 2 ഇൻറ്റു 6 എന്താണ് വരിക? 3 പ്ലസ് 4 പ്ലസ് 12 അല്ലേ? 12ഉം 4ഉം 16ഉം 3ഉം 19 വരും ഡോട്ട് പ്രോഡക്റ്റ്. ഇനി അടുത്ത എന്ത് കണ്ടുപിടിക്കുക? മോഡുലസ് ഓഫ് b1 കണ്ടുപിടിക്കുക. മോഡുലസ് ഓഫ് b1 എന്ത് വരും? റൂട്ട് എന്താണ്? മോഡുലസ് എടുക്കാൻ അറിയാലോ, റൂട്ട് a സ്ക്വയർ പ്ലസ് b സ്ക്വയർ പ്ലസ് c സ്ക്വയർ. അപ്പോൾ 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ എന്ന് വരും. 1 പ്ലസ് 4 പ്ലസ് 4 വരും. റൂട്ട് 9 വരും. എന്താണ്? 3. അതേപോലെ മോഡുലസ് ഓഫ് b2 എന്താണ് വരിക? റൂട്ട് ഓഫ് 3 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 6 സ്ക്വയർ റൂട്ട് ഓഫ് 9 പ്ലസ് 4 പ്ലസ് 36. 36 4ഉം 49ഉം 49. റൂട്ട് എടുക്കുമ്പോൾ 7 വരും. ഓക്കെ, അപ്പോൾ നമ്മുടെ തീറ്റ എന്താണ്? നമ്മുടെ വാല്യൂസ് എല്ലാം ആയല്ലോടാ. ഇനി അങ്ങോട്ട് കൊടുത്താൽ പോരെ? തീറ്റ ഇസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് b1 ഡോട്ട് b2 ബൈ മോഡ് b1 മോഡ് b2. സോ ദിസ് ഈസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് b1 ഡോട്ട് b2ന് പകരം b1 ഡോട്ട് b2 19 മോഡ് b1 3 ഇൻറ്റു മോഡ് b2 7. സോ ദിസ് ഈസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് 19 ബൈ 21. സോ കോസ് ഇൻവേഴ്സ് 19/21 ആണ് ആംഗിൾ ബിറ്റ്വീൻ നമുക്ക് തന്നിട്ടുള്ള രണ്ട് ലൈൻസിനിടയിലുള്ള ആംഗിൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? കോസ് ഇൻവേഴ്സ് 19/21 ആണ് ഉത്തരം വരിക. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഉറപ്പായിട്ടും നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു സ്ക്യൂ ലൈൻസ്. രണ്ട് സ്ക്യൂ ലൈൻസിനിടയിലുള്ള ഡിസ്റ്റൻസ്. ഓക്കെ, സ്ക്യൂ ലൈൻ എന്ന് പറഞ്ഞാൽ ഇൻ്റർസെക്റ്റ് ചെയ്യാത്തതും പാരലൽ അല്ലാത്തതുമായ ലൈൻസിനെ വിളിക്കുന്ന പേരാണ് സ്ക്യൂ ലൈൻസ്. ശ്രദ്ധിച്ചിരിക്കണേ, ഡയറക്റ്റ് ഫോർമുലയാണ്. രണ്ട് സ്ക്യൂ ലൈൻസ്. ആദ്യത്തെ ഒരു സ്ക്യൂ ലൈൻ ആണ് r ഇസ് ഈക്വൽ ടു a1 പ്ലസ് ലാംഡ b1 എന്ന് വിചാരിക്കുക. അടുത്ത ഒരു സ്ക്യൂ ലൈൻ ആണ് r ഇസ് ഈക്വൽ ടു a2 പ്ലസ് മ്യൂ b2 എന്ന് വിചാരിക്കാം. ഈ രണ്ട് സ്ക്യൂ ലൈൻസിനിടയിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് അഥവാ ഡിസ്റ്റൻസ് d എന്ന് പറയുന്നത് ഫോർമുല വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. a2 മൈനസ് a1 ഡോട്ട് b1 ക്രോസ് b2. അപ്പോൾ ഇവിടെ ക്രോസ് പ്രോഡക്റ്റും വരുന്നുണ്ട്. അപ്പോൾ ഈ ഡോട്ട് പ്രോഡക്റ്റിൽ കൂടെ കിട്ടുന്ന ഉത്തരം നെഗറ്റീവ് ആണെങ്കിൽ അതിനെ പോസിറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു മോഡുലസ് ഹോൾ മോഡുലസ് അവസാനം കൊടുക്കാം. a2 മൈനസ് a1 ഡോട്ട് b1 ക്രോസ് b2 ബൈ മോഡുലസ് ഓഫ് b1 ക്രോസ് b2. ഇതാണ് നമ്മുടെ ഫോർമുല. ഓക്കെ, നമുക്ക് ന്യൂമറേറ്ററിൽ വേണമെങ്കിൽ നെഗറ്റീവ് കിട്ടുകയാണെങ്കിൽ പോസിറ്റീവ് ആക്കാൻ വേണ്ടിയിട്ടൊരു മോഡുലസ് കൊടുക്കാം. സോ ഇതാണ് നമ്മുടെ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സ്ക്യൂ ലൈൻസ് എന്ന് പറയുന്നത്. സ്ക്യൂ ലൈൻസിനിടയിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ a2 മൈനസ് a1 ഡോട്ട് b1 ക്രോസ് b2. അത് സ്കെയിലർ ആണ്, പക്ഷെ അത് നെഗറ്റീവ് ആണെങ്കിൽ ഡിസ്റ്റൻസ് നെഗറ്റീവിൽ പറയാൻ പറ്റാത്തത് കൊണ്ട് അതിൻ്റെ മോഡുലസ് എടുത്ത് പോസിറ്റീവ് ആക്കാം. താഴെ നമ്മൾ b1 ക്രോസ് b2ൻ്റെ മോഡുലസ് കൊണ്ട് ഹരിക്കുകയും വേണം. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. a1ഉം b1ഉം ഇവിടെ നിന്ന് എടുക്കാം, a2ഉം b2ഉം രണ്ടാമത്തെ ലൈനിൽ നിന്നും എടുക്കാം. പിന്നെ ഈ പറയുന്ന ആൾക്കാരെയെല്ലാം കണ്ടുപിടിച്ചിട്ട് ഇക്വേഷനിലേക്ക് കൊടുത്താൽ ചോദ്യത്തിൻ്റെ ഉത്തരവാകും. ഓക്കെ, നമുക്ക് നേരെ പ്രീവിയസ് വന്ന ഒരു ചോദ്യം നോക്കാം. ഫൈൻഡ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ലൈൻസ് L1 ആൻഡ് L2 whose vector equations are r is equal to I plus j plus lambda into 2y minus j plus k. ആദ്യത്തെ ലൈൻ്റെ ഇക്വേഷൻ. രണ്ടാമത്തെ ലൈൻ്റെ ഇക്വേഷൻ എന്താണ്? 2y plus j minus k plus mu into 3i minus 5j plus 2k. ഓക്കെ, സോ ഇതാണ് നമ്മുടെ a1 ലാംഡ b1 താഴെ a2 പ്ലസ്
മ്യൂ ഇൻറ്റു B2. അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ചെയ്യാം. A2 മൈനസ് A1 വേണം, B1 ക്രോസ് B2 വേണം, മോഡുലസ് ഓഫ് B1 ക്രോസ് B2 വേണം ഫോർമുലയ്ക്ക് വേണ്ടി അല്ലേ. A2 മൈനസ് A1, A2 A1 കുറച്ച് 2i നിന്ന് 1i പോയാൽ ബാക്കി 1i, ജെയിൽ നിന്ന് ജെ പോയാൽ 0 ആണ്, അപ്പോൾ അത് എഴുതണ്ട. മൈനസ് കെയിൽ നിന്ന് ഇവിടെ കെ ഇല്ല, കെ ഇല്ല എന്ന് പറഞ്ഞാൽ 0 ആണ്. മൈനസ് കെയിൽ നിന്ന് 0 പോയാൽ മൈനസ് കെ, ഐ മൈനസ് കെ ആണ് A2 മൈനസ് A1. ഇനി അടുത്ത എന്ത് വേണം? B1 ക്രോസ് B2 വേണം. ക്രോസ് പ്രോഡക്റ്റ് എടുക്കുന്ന എങ്ങനെയാ? ഡിറ്റർമിനൻറ്റ് ഐ ജെ കെ, B1ൻ്റെ കോയിഫിഷ്യൻസ്, B1ൽ ഐ ജെ കെയുടെ കോയിഫിഷ്യൻസ് ഏതൊക്കെയാണ്? 2 മൈനസ് 1 1. B2ൽ ഐ ജെ കെയുടെ കോയിഫിഷ്യൻസ് എന്തൊക്കെയാണ്? 3 മൈനസ് 5, 3 മൈനസ് 5 2. ഓക്കെ, ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? ഐ ഇൻറ്റു മൈനസ് 2 പ്ലസ് 5 മൈനസ് ജെ ഇൻറ്റു 4 മൈനസ് 3 പ്ലസ് കെ ഇൻറ്റു മൈനസ് 10 പ്ലസ് 3. സോ 5 നിന്ന് 2 പോയാൽ 3i, 4 നിന്ന് 3 പോയാൽ 1, അപ്പോൾ മൈനസ് ജെ, മൈനസ് 10 3 കൂട്ടിയാൽ മൈനസ് 7k അല്ലേ. അപ്പോൾ 3i മൈനസ് ജെ മൈനസ് 7k ആണ് എന്ത്? B1 ക്രോസ് B2. ഇനി എന്ത് വേണം നമുക്ക്? ഇതിൻ്റെ മോഡുലസ് വേണം, ഇതിൻ്റെ ഡോട്ടും വേണം. അപ്പോൾ ആദ്യം ഇതിൻ്റെ ഡോട്ട് അങ്ങ് എടുക്കാം അല്ലേ. A2 മൈനസ് A1, A2 മൈനസ് A1 ഡോട്ട് B1 ക്രോസ് B2. സോ ഇതിൻ്റെ ഡോട്ട് എങ്ങനെയാണ്? ഐയുടെയും ജെയുടെയും കെയുടെയും കോയിഫിഷ്യൻസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യുക. ഇവിടെ ഐയുടെ കോയിഫിഷ്യൻറ്റ് 1 ആണ്, ഇവിടെ ഐയുടെ കോയിഫിഷ്യൻറ്റ് 3 ആണ്, അപ്പോൾ 1 ഇൻറ്റു 3 പ്ലസ് ഇവിടെ ജെയുടെ കോയിഫിഷ്യൻറ്റ് ഇല്ല, താഴെ ജെയുടെ കോയിഫിഷ്യൻറ്റ് -1 ഉണ്ട്, പക്ഷേ കോയിഫിഷ്യൻറ്റ് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് 0 ആണ് വരിക. ഇവിടെ കെയുടെ കോയിഫിഷ്യൻറ്റ് -1, താഴെ കെയുടെ കോയിഫിഷ്യൻറ്റ് -7, അപ്പോൾ -1 ഇൻറ്റു -7 വരും. ഓക്കെ, സോ അതായത് 3 പ്ലസ് -1 -7 ഗുണിച്ചാൽ 7, 7 3 10 ആണ് ആൻസർ വരും. A2 മൈനസ് A1 ഡോട്ട് B1 ക്രോസ് B2 എന്താണ്? 10 വരും ആൻസർ. ക്ലിയർ അല്ലേ? A2 മൈനസ് A1 ഡോട്ട് B1 ക്രോസ് B2 എന്താണ്? 10 ആണ് ആൻസർ വരിക. ഇനി അടുത്ത നമുക്ക് എന്ത് വേണം? ഫോർമുലയ്ക്ക് വേണ്ടി മോഡുലസ് ഓഫ് B1 ക്രോസ് B2 വേണം. കാരണം നമ്മുടെ ഫോർമുല എന്താണ്? D ഈസ് ഈക്വൽ ടു A2 മൈനസ് A1 ഡോട്ട് B1 ക്രോസ് B2 ഇതിൻ്റെ മോഡുലസ് ബൈ മോഡുലസ് ഓഫ് B1 ക്രോസ് B2. ഇതാണ് നമ്മുടെ ഫോർമുല. അപ്പം B1 ക്രോസ് B2ൻ്റെ മോഡുലസും കൂടെ എടുക്കൂ. മോഡുലസ് എടുക്കുമ്പോൾ എന്താണ് വരിക? റൂട്ട് ഓഫ് B1ഉം B2ഉം നമ്മുടെ കയ്യിലുണ്ട്, B1 ക്രോസ് B2 നമ്മുടെ കയ്യിലുണ്ട്, 3i മൈനസ് ജെ മൈനസ് 7k. അപ്പോൾ എന്ത് വരും മോഡുലസ് എടുക്കുമ്പോൾ? റൂട്ട് ഓഫ് 3 സ്ക്വയർ പ്ലസ് -1 സ്ക്വയർ പ്ലസ് -7 സ്ക്വയർ അല്ലേ. 3 സ്ക്വയർ പ്ലസ് -1 സ്ക്വയർ പ്ലസ് -7 സ്ക്വയർ, 9 പ്ലസ് 1 പ്ലസ് 49, 9 1 10, 49 10 59, റൂട്ട് 59 വരും. ഓക്കെ, എല്ലാവരും ആയല്ലോ. ഡയറക്റ്റ് ഫോർമുലയിലോട്ട് കൊടുത്തേ. A2 മൈനസ് A1 ഡോട്ട് B1 ക്രോസ് B2 10, നെഗറ്റീവ് അല്ലാത്തതുകൊണ്ട് മോഡുലസ് എടുത്ത് പോസിറ്റീവ് ആക്കണ്ട, ബൈ മോഡുലസ് ഓഫ് B1 ക്രോസ് B2 എന്താണ്? റൂട്ട് 59 അല്ലേ, റൂട്ട് 59. സോ 10 ബൈ റൂട്ട് 59 ആണ് എന്ത് വരിക? ഈ രണ്ട് ലൈൻസിനിടയിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്, അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഗിവൺ സ്ക്യൂ ലൈൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 10 ബൈ റൂട്ട് 59. അപ്പോൾ മസ്റ്റായിട്ട് പഠിച്ചിരിക്കേണ്ട സംഭവമാണ് എന്ത്? ആംഗിൾ ബിറ്റ്വീൻ ടു ലൈൻസ് എന്ന് പറയുന്നതും ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു സ്ക്യൂ ലൈൻസ് എന്ന് പറയുന്നതും. രണ്ടിൻ്റെ ഫോർമുല അടിപൊളിയായിട്ട് അറിയാമെന്ന് വിചാരിക്കുന്നു. പെട്ടെന്നൊന്ന് റിവൈസ് ചെയ്യാം ഫോർമുല. ആംഗിൾ ബിറ്റ്വീൻ ടു ലൈൻ ആണെങ്കിൽ ഫോർമുല എന്താണ്? ആംഗിൾ ബിറ്റ്വീൻ ടു ലൈൻ ആണെങ്കിൽ ഫോർമുല എന്താണ്? തീറ്റ ഈസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് B1 ഡോട്ട് B2 ബൈ മോഡുലസ് ഓഫ് B1 ഇൻറ്റു മോഡുലസ് ഓഫ് B2. ഇനി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു സ്ക്യൂ ലൈൻസ് ആണെങ്കിലോ D ഈസ് ഈക്വൽ ടു A2 മൈനസ് A1 ഡോട്ട് B1 ക്രോസ് B2. അത് നെഗറ്റീവ് ആണെങ്കിൽ മോഡുലസ് എടുത്ത് പോസിറ്റീവ് ആക്കിക്കോണം, ബൈ മോഡുലസ് ഓഫ് B1 ക്രോസ് B2.
ഓക്കെ, ഇത്രയുമാണ് ഇക്വേഷൻസ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞു വെക്കേണ്ടത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് പഠിച്ചിട്ട് പോവുക. 3 ഡയമെൻഷണൽ ജോമെട്രിയിൽ നിന്നും വെക്റ്റേഴ്സിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്തൊക്കെയാണ് പഠിക്കേണ്ടത് എന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. അണ്ടിൽ ദെൻ ടാറ്റ ബൈ ബൈ, സീ യു.